മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ എല്ലാ നന്മകളും പെയ്തിറങ്ങാൻ കാരണമായത് ഒരൊറ്റ പ്രാർത്ഥനയാണ്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബേ, നീ ഇറക്കിത്തരുന്ന എല്ലാ ഖൈറുകൾക്കും ഞാൻ ആവശ്യക്കാരനാണ്. ഈ ഒരൊറ്റ പ്രാർത്ഥനയാണ് മൂസാ അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലേക്ക് പിന്നീട് അള്ളാഹുവിൻ്റെ സഹായങ്ങൾ തുടരെ വരാൻ കാരണമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാരക രോഗം കൊണ്ട് വിഷമിച്ച അയ്യൂബ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന് ഒരൊറ്റ പ്രാർത്ഥന, അന്നീ മസ്സനിയ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. റബ്ബേ, എനിക്കിതാ ദുരിതം വന്നിരിക്കുകയാണ്, നീയാണല്ലോ കാരുണ്യവാൻ. ഈ പ്രാർത്ഥന കാരണം അദ്ദേഹത്തിൻ്റെ ആ മാരക രോഗം ശമനം ലഭിക്കാൻ കാരണമായി എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൻ്റെ മകൻ എവിടെ നിന്നറിയാതെ കഷ്ടപ്പെട്ട പ്രയാസപ്പെട്ട അങ്ങനെ കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ട യാക്കൂബ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. അല്ലാഹുവേ, ഞാൻ എൻ്റെ മകൻ നഷ്ടപ്പെട്ട എൻ്റെ സങ്കടം, എൻ്റെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നിന്റെ മുമ്പിലാണ് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ നബിമാർ നിർവഹിച്ച പ്രാർത്ഥനകൾ ദുന്നൂൻ എന്ന്, സ്വാഹിബുൽ ഹൂത്ത് എന്ന് അറിയപ്പെട്ട മത്സ്യക്കാരൻ എന്നറിയപ്പെട്ട യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിലെ അന്ധകാരങ്ങൾക്കിടയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മോട് പഠിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീ അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല, നീ പരമപരിശുദ്ധനാണ്, ഞാനിതാ അക്രമികളിൽ പെട്ടിട്ടുണ്ട്. ഏതൊരു മുസ്ലിമാണ് അവൻ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി സമയത്ത് പ്രാർത്ഥിക്കുന്നത്, അവൻ ഉത്തരം കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്.